മാസ്റ്റേഴ്സ് ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ലെക്ചർ സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ മൊഡ്യൂൾ 1 ആയ ഫോഴ്സ് ആൻഡ് മൊമെന്റ്സ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു പ്രോബ്ലം ആയിരുന്നു. ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ്. നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന്റെ ഫർദർ ക്ലാസ്സുകൾ കിട്ടാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ടൈംലി ആയിട്ട് കിട്ടുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആൻഡ് മൊമെന്റിലെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന ടോപ്പിക്കാണ്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. നമ്മൾ കഴിച്ച കുറച്ച് ക്ലാസ്സുകൾക്ക് മുന്നേ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് വാരിക്നൻസ് തിയറം. റൈറ്റ്, വാരിക്നൻസ് തിയറം. എന്തായിരുന്നു വാരിക്നൻസ് തിയറം എന്ന് പറഞ്ഞാൽ? അതെ, മൊമെന്റ് ഓഫ് എ ഫോഴ്സ് സിസ്റ്റം വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി മൊമെന്റ് ഓഫ് ദി കമ്പോണന്റ് ഫോഴ്സസ്. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് വെക്ടർ ഉണ്ടെങ്കിൽ, ഓക്കെ, ആ ഫോഴ്സ് വെക്ടറിന്റെ രണ്ട് കമ്പോണന്റ് ആയ എഫ് വൈയും എഫ് എക്സും ഉണ്ടെങ്കിൽ ഈ ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സിന്റെയും മൊമെന്റിന്റെ സം ആയിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് എം ടോട്ടൽ ഈസ് ഈക്വൽ ടു മൊമെന്റ് ഡ്യൂ ടു എക്സ് കമ്പോണന്റ് പ്ലസ് മൊമെന്റ് ഡ്യൂ ടു വൈ കമ്പോണന്റ്. ഇതാണ് നമ്മൾ വാരിക്നൻസ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തത്. അവിടെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൂടെ ഉണ്ടായിരുന്നു. അവിടുത്തെ ഫോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോപ്ലാനാർ. എന്താണ് കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ? അറിയാലോ, കോപ്ലാനാർ. അതുപോലെ തന്നെ മറ്റൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് കൺകറന്റ് ഫോഴ്സ് സിസ്റ്റം. ഓക്കെ, അതായത് ഒറ്റ പ്ലെയിനിൽ നിൽക്കുന്ന ഫോഴ്സുകൾ, അതുപോലെ തന്നെ ആ ഫോഴ്സുകളെല്ലാം പാസ് ചെയ്ത് പോകുന്നത് ഒരേ പോയിന്റിലൂടെയാണ്. ഓക്കെ, മൂന്ന് ഫോഴ്സും ഒരേ പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനത്തെ ഫോഴ്സസിനെ അല്ലേ നമ്മൾ കൺകറന്റ് ഫോഴ്സസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ കോപ്ലാനാറും കൺകറന്റുമായിട്ടുള്ള ഫോഴ്സസിന്റെ കേസിലെ മൊമെന്റിന്റെ കണ്ടീഷനെയാണ് നമ്മൾ വാരിക്നൻസ് തിയറത്തിൽ പഠിച്ചത്. എന്നാൽ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇത്തവണ പഠിക്കുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇവിടെ ഫോഴ്സസ്, ഓക്കെ, ഇവിടുത്തെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സസ് കോപ്ലാനാർ തന്നെയാണ്. എന്നാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സസ് കൺകറന്റ് അല്ല, പക്ഷേ നോൺ കൺകറന്റ് ആണ്. കൺകറന്റ് അല്ല, നോൺ കൺകറന്റ് ആണ്. കൺകറന്റ് അല്ല, നോൺ കൺകറന്റ് ആണ്. ഓക്കെ, നോൺ കൺകറന്റ് ആണ്. അതായത് ഇതുപോലെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന മൂന്ന് ഫോഴ്സ് മെമ്പേഴ്സ് അല്ല. ഓക്കെ, ദീസ് ഫോഴ്സ് മെമ്പേഴ്സ് വിൽ ബി സെപ്പറേറ്റ്. നമുക്ക് ഒരിക്കലും മൂന്ന് ഫോഴ്സിനെയും കൂടെ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, മൂന്ന് ഫോഴ്സിനെയും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. വി കാൻ ഡ്രോ ദ ത്രീ ഫോഴ്സസ് ടു pass through a single point. Okay, the forces will be just random. Okay, just random like this. It will be just random. Okay, either F1, either F2, F3. Okay, ഇതുപോലെ റാൻഡം ആയിട്ടുള്ള 4 ഫോഴ്സസ്, 4 5 മൾട്ടിപ്ലി അപ് ടു n, അത്രയും ഫോഴ്സസ് കാണും. ഈ ഫോഴ്സുകളൊന്നും നമുക്ക് ഒരിക്കലും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന രീതിയിൽ നമുക്ക് വരയ്ക്കാൻ കഴിയില്ല. ആ ഫോഴ്സസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? നോൺ കൺകറന്റ് എന്ന് വിളിക്കുന്നത്.
മനസ്സിലായോ? അപ്പോ നോൺ കൺകറന്റ് ഫോഴ്സസിന്റെ മൊമെന്റിന്റെ ഒരു തിയറം ആണ് നമ്മൾ, തിയറം എന്ന് പറയാൻ പറ്റില്ല, ഒരു പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ്. ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓഫ് വാരിഗ്നൻസ് തിയറം. പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ? ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെയും നമുക്ക് സെയിം കണ്ടീഷൻ തന്നെയാണ്. എന്തെന്ന്? അതായത് ഓരോ ഫോഴ്സ്, ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ്, ഒരു F1, F2, F3, F4 അങ്ങനെ F3, F2, F1, ഓക്കെ, ഇതായിരിക്കട്ടെ F4. ഇങ്ങനെ 4 ഫോഴ്സ് ഉണ്ട്. ഈ 4 ഫോഴ്സിന്റെയും മൊമെന്റുകൾ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടുമായിരിക്കും? അതെ, നമുക്ക് ഈ 4 ഫോഴ്സും കൂടെ ചേർത്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഇപ്പൊ 4 ഫോഴ്സ് ഉണ്ട്. ആ 4 ഫോഴ്സും നോൺ കൺകറന്റ് ആണ്, പക്ഷെ കോപ്ലനാർ ആണ്. നോൺ കൺകറന്റ് ആണ്, പക്ഷെ കോപ്ലനാർ ആണ്. ആ 4 ഫോഴ്സിന്റെയും നമ്മൾ ഇൻഡിവിജ്വൽ മൊമെന്റ് എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു ടോട്ടൽ മൊമെന്റ് കിട്ടും. മറ്റേ കേസ് പോലെ തന്നെ, വാരിഗ്നൻസ് തിയറത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ്. അതായത് കൺകറന്റ് ആയാലും നോൺ കൺകറന്റ് ആയാലും നമ്മൾ ഈ ഓരോ ഫോഴ്സിന്റെയും ഇൻഡിവിജ്വൽ മൊമെന്റ് എടുത്തിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് കിട്ടും. ഓക്കെ, ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വാരിഗ്നൻസ് തിയറവും പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മാറ്റവും ഇല്ല. വാരിഗ്നൻസ് തിയറവും പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ അനിയനെയും ചേട്ടനെയും പോലെയാണ്. വലിയ മാറ്റമൊന്നുമില്ല. ഒന്ന് നോൺ കൺകറന്റ് ആണെങ്കിൽ മറ്റൊന്ന് കൺകറന്റ് ആണ്. നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം കേട്ടോ. സോ ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദ റിസൾട്ടന്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഷോൺ ഇൻ ഫിഗർ. ഇതൊരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആണ്. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് ദ റിസൾട്ടന്റ്. ഓക്കെ, റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ റിസൾട്ടന്റ് വരയ്ക്കുകയും ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? സാധാരണ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യാറ്? എന്താ ചെയ്യാറ് പറഞ്ഞേ? we need to find what? We need to find resultant. We need to find resultant. റിസൾട്ടന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വി സ്ക്വയർ അല്ലെ? അപ്പൊ സിഗ്മ എഫ് എച്ച് സ്ക്വയറും സിഗ്മ എഫ് വി സ്ക്വയറും ആദ്യം കണ്ടുപിടിക്കണം. നോക്കൂ, സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, the sum of all the cost components അല്ലെങ്കിൽ the sum of all the horizontal components. Okay, cost component എന്ന് പറഞ്ഞാൽ horizontal component. സിഗ്മ എഫ് വി എന്തായിരുന്നു? sum of all the vertical components അല്ലെ? നോക്കൂ, ഇവിടെ horizontal componentന്റെ സം എടുക്കണം. എന്തെടുക്കും? നോക്കൂ, എല്ലാ ഫോഴ്സും എന്താണ്? we are having an angle 90 degree അല്ലെ? we are having an angle 90 degree. cos 90 എന്താ? നമുക്കറിയാം സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ എല്ലാ ഫോഴ്സ് F1 cos തീറ്റ 1 പ്ലസ് F2 cos തീറ്റ 2 പ്ലസ് എക്സെട്ര. സിഗ്മ എഫ് വി എന്താണ്? F1 sin തീറ്റ 1 പ്ലസ് F2 sin തീറ്റ 2 പ്ലസ് എക്സെട്ര. ഇതാണ് സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് വി. നോക്കൂ, ഇവിടെ cos 90 എടുക്കേണ്ടി വരും അല്ലെ? എല്ലാ ഫോഴ്സും 90 ഡിഗ്രി വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. അപ്പൊ cos 90 എന്ന് പറഞ്ഞാൽ 0 അല്ലേ? അപ്പൊ സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞ കമ്പോണന്റിനെ നമുക്ക് 0 എന്ന് വിളിച്ചുകൂടെ? ഓട്ടോമാറ്റിക്കലി 0 ആവത്തില്ലേ? ഇനി സിഗ്മ എഫ് വി എടുക്കുവാണെങ്കിലോ sin 90 എന്താ? 1 ആണ് അല്ലെ? എന്നാൽ ഇവിടെ നോക്കൂ, ചില ഫോഴ്സസ് എല്ലാം മുകളിലേക്കും ചില ഫോഴ്സസ് എല്ലാം താഴേക്കുമാണ് അല്ലെ? ജസ്റ്റ് ആ ഫോഴ്സ് അങ്ങ് എഴുതിയാ പോരെ? നോക്കൂ, -10 അല്ലേ ആദ്യം വരുന്നത്? നോക്കൂ, ഈ ഫോഴ്സ് എലമെന്റ് എടുത്തെ, ഈ ഫോഴ്സ് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ -10 പ്ലസ് 20 that is acting upwards അല്ലെ? പ്ലസ് ആണോ? -20 പ്ലസ് 10 ഇങ്ങനെ ആയിരിക്കില്ലേ സിഗ്മ എഫ് വി വരുന്നത്? ഇങ്ങനെ ആയിരിക്കത്തില്ലേ? എടാ, നമ്മള്
കഴിഞ്ഞ കേസ് അതായത് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മുടെ തുടക്കത്തിലുള്ള പ്രോബ്ലംസ് ചെയ്തപ്പം എല്ലാ ഫോഴ്സും ഒരു പോയിന്റിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇവിടെ പല പോയിന്റ്സ് ആണെന്നേ ഉള്ളൂ. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഒരു പോയിന്റിലായാലും പല പോയിന്റിലായാലും ഇക്വിലിബ്രിയം കണ്ടീഷൻ എടുക്കുമ്പോൾ എല്ലാ ഫോഴ്സും ഒറ്റ സിസ്റ്റത്തിലാണ്, എല്ലാ പോയിന്റ്സും ഒറ്റ സിസ്റ്റത്തിലാണ്. നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ്. അപ്പം നോക്കൂ, ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കൂ, നമ്മള് ഫസ്റ്റ് പഠിച്ചെന്ന് പറഞ്ഞാല് ഒരു പോയിന്റിലൂടെ ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അവിടെ നമ്മൾ സിഗ്മ എഫ് എച്ച് എടുത്തപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഓരോ ഫോഴ്സിനെയും അതുമായിട്ട് അത് എക്സ് ആക്സിസുമായിട്ട് എടുക്കുന്ന ആംഗിൾ എടുത്തു. എന്നിട്ട് അതിന്റെ കോസ് കമ്പോണന്റ് എടുത്തപ്പോൾ എല്ലാം ഇവിടെ എന്നിട്ട് ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? സിഗ്മ എഫ് എച്ച് കിട്ടി. സിഗ്മ എഫ് ഇയും അതുപോലെ തന്നെയാണ്. ഓക്കെ, എന്ത് ചെയ്തു? നിങ്ങൾ ആംഗിൾ എടുത്തു. എങ്ങനത്തെ ആംഗിള്? എക്സ് ആക്സിസിൽ നിന്ന് ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന ആംഗിൾ എടുത്തു. എന്നിട്ട് അതിന്റെ സൈൻ കമ്പോണൻസ് എടുത്തിട്ട് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സിഗ്മ എഫ് ഇ കണ്ടുപിടിച്ചത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ച അന്ന് നമ്മൾ ചെയ്ത പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ആക്ഷൻ, നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്തത് ഈ ഒരു പോയിന്റിലാണ്. മനസ്സിലായില്ലേ? ഈ ഒരു പോയിന്റിലാണ്. സപ്പോസ് ഇറ്റ് മൈറ്റ് ബി എ ബോഡി. ഇങ്ങനെ ഒരു ബോഡി ആയിരുന്നു കാണും. ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസിലായിരിക്കും ഇത്രയും ഫോഴ്സസ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ നമ്മൾ ഇനി അടുത്ത മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്ന ഒരു സെക്ഷൻ ഉണ്ട്, ബീം. ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഫോഴ്സസ് ആവാം. ബീമിൽ പല രീതിയിലുള്ള ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, ഇങ്ങനെ ഒരു ഫോഴ്സ്, എങ്ങനെയുള്ള ഫോഴ്സസ് വേണമെങ്കിലും ആക്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ബീമിൽ ആക്ട് ചെയ്യുന്ന മൾട്ടിപ്പിൾ ഫോഴ്സസ്. അപ്പൊ ബീമാണ് നമ്മുടെ സിസ്റ്റം. അപ്പൊ ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ഒരുപാട് ഫോഴ്സസ് ഉണ്ട്. ആ ഫോഴ്സസിലാണ് നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതൊരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്, ലൈനിലാണോ ആക്ട് ചെയ്യുന്നത് എന്ന് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുക, അങ്ങ് ഇക്വിലിബ്രിയം കണ്ടീഷൻ അങ്ങ് അപ്ലൈ ചെയ്യുക. ഇക്വിലിബ്രിയം കണ്ടീഷൻ അല്ല, നമ്മുടെ ആ സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ഇയും അതിലോട്ട് അങ്ങ് അപ്ലൈ ചെയ്യുക. മനസ്സിലായില്ലേ? ആദ്യത്തെ നമുക്ക് ബോഡി ആണെങ്കിൽ രണ്ടാമത്തെ നമുക്ക് ഒരു ബീം ആവാം. നമുക്ക് ബീം എന്ന് വിളിക്കാം, ലിങ്ക് എന്ന് വിളിക്കാം, കോളം എന്ന് വിളിക്കാം, എങ്ങനെ എവിടെയെങ്കിലും വിളിക്കാം. ബാർ എന്ന് വിളിക്കാം, എങ്ങനെയാന്ന് വെച്ചാൽ. ഓക്കെ, അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് സിഗ്മ എഫ് എച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തു 0 ആണെന്ന്. എന്തുകൊണ്ടാണ്? കോസ് കമ്പോണന്റ് എല്ലാം 90യുടെ 0 ആണ്. സിഗ്മ എഫ് ഇ എന്ത് വന്നു? നമ്മൾ നേരത്തെ എടുത്തതുപോലെ എല്ലാം ആഡിയും സബ്ട്രാക്ടിങ് ചെയ്താൽ മതി. താഴോട്ടുള്ള ഫോഴ്സ് എല്ലാം നെഗറ്റീവ് കൊടുത്തു, മേലോട്ടുള്ള ഫോഴ്സ് എല്ലാം പോസിറ്റീവ് കൊടുത്തു. 0 -20 -10 നമ്മൾ ചെയ്ത് വരുമ്പോൾ -20 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, നൗ taking the resultant, R is equal to root of sigma fh square plus sigma fv square is equal to root of 0 plus -20 a whole square. That is equal to എത്ര വരും? 20 കിലോ ന്യൂട്ടൺ തന്നെ വരും. കാരണം മറ്റത് 0 ആണ്, ബി മാത്രമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രോബ്ലംസ് നമ്മൾ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് കൂടെ നമ്മൾ വരച്ചു. ആ ഫോഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള കൂടെ വരയ്ക്കുന്നതിന് മാർക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കേസിലുള്ള പ്രോബ്ലംസ് ഞാൻ പഠിപ്പിച്ചപ്പോൾ അവിടെ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആംഗിൾ കൂടെ ഞാൻ കാണിച്ചത്. അതായത് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ അത് കാണിച്ചിരിക്കണം എപ്പോഴും. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത് പണ്ട്? അതെ, നമ്മൾ തീറ്റ കണ്ടുപിടിച്ചു അല്ലെ? തീറ്റയും തീറ്റ ആറും ഒക്കെ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ തീറ്റ മാത്രം മതി. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഓർമ്മ ഉണ്ടല്ലോ, സിഗ്മ എഫ് വി ബൈ സിഗ്മ എഫ് എച്ച്. എത്ര വന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് വി എത്ര വന്നു? 20 ആണ് അല്ലെ? 20/0 that will be equal to 20/0 എന്ന് പറയുമ്പോൾ എന്താണ്? എ കോൺസ്റ്റന്റ് ബൈ 0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി. ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി. ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി എവിടെയാണ് വരുന്നത്? 90 ഡിഗ്രിയിലാണ്. ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കണേ. പരീക്ഷയ്ക്ക് ഇങ്ങനത്തെ ഉള്ള പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. പിന്നെ ഇത് കോമൺ സെൻസ് ആണ്. ആംഗിൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇവിടെ എല്ലാ ഫോഴ്സും വേർട്ടിക്കലാണ്. എല്ലാ ഫോഴ്സും വേർട്ടിക്കൽ ആവുമ്പോൾ എന്തായാലും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എല്ലാം നമ്മുടെ റിസൾട്ടിനും വേർട്ടിക്കൽ ആയിരിക്കും. പിന്നെ അതിന്റെ ഡയറക്ഷൻ എന്നുള്ളത് നമുക്ക് റിസൾട്ടിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. റിസൾട്ടന്റ് എങ്ങനെയാ? നെഗറ്റീവ് അല്ലേ? റിസൾട്ടന്റ് എന്താ? നെഗറ്റീവ് അല്ലേ? റിസൾട്ടന്റ് നെഗറ്റീവ് ആണ്. റിസൾട്ടന്റ് നെഗറ്റീവ് ആവുമ്പോൾ എന്ത് സംഭവിക്കും? റിസൾട്ട് നെഗറ്റീവ് ആണോ? സോറി, പോസിറ്റീവ് ആണ്. റിസൾട്ടന്റ് പോസിറ്റീവ് ആണ്. നമുക്ക് സൈൻ നമുക്ക് ഡയറക്ഷൻ എങ്ങനെ കിട്ടും?
യെസ് വി ഹാവ് ടു ലുക്ക് അറ്റ് ദ സിഗ്മ എഫ് വി ആൻഡ് സിഗ്മ എഫ് എച്ച്. സിഗ്മ എഫ് എച്ച് എന്തായാലും 0 ആണ്. അപ്പൊ സിഗ്മ എഫ് വി എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. സിഗ്മ എഫ് വി നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് മനസ്സിലാവും ഡൗൺവേർഡ് ഡയറക്ഷൻ ആണെന്ന്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് വരുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇനി ആ റിസൾട്ടന്റ് എവിടെ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. റിസൾട്ടന്റ് എവിടെ വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. ഓക്കെ, ഞാനത് അടുത്തൊരു ഇതിൽ കാണിച്ചു തരാം. അപ്പം എന്തൊക്കെ കിട്ടി? അപ്പൊ എന്തൊക്കെ കിട്ടി? ദ ഫോഴ്സ്, റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? 20 കിലോ ന്യൂട്ടൺ ആണ് കിട്ടി. ആൻഡ് ഇറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ് എന്ന് കിട്ടി. ഇനി ഇത് എവിടെയാണ് ആക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അതാണ് അറിയേണ്ടത്. താഴോട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഓക്കെ, ഈ ലിങ്ക് വരച്ചിട്ട് ആ ലിങ്കിന്റെ എവിടെയോ ഒരു ഭാഗത്ത് നിന്ന് താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അത് എത്ര ഡിസ്റ്റൻസിലാണ് താഴോട്ട് വരുന്നതെന്നാണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എത്ര ഡിസ്റ്റൻസിൽ നിന്നാണ് ഇത് താഴോട്ട് ആക്ട് ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ പടം ഒന്നുകൂടെ വരയ്ക്കുകയാണേ. നോക്കിക്കേ, ഇവിടെ എത്രയാണ്? എ. ഈ പോയിന്റ് നമുക്ക് എ എന്ന് എടുക്കാം. ഈ പോയിന്റ് എ നമുക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് 10 കിലോ ന്യൂട്ടൺ, 4 meters. ചുമ്മാ വരയ്ക്കുന്നതാണ്, വലിയ പെക്യുലിയാരിറ്റി ഒന്നുമില്ല. ഞാൻ ഈ വരയ്ക്കുന്നത് കൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, വരയ്ക്കുന്നതേ ഉള്ളൂ. 10 കിലോ ന്യൂട്ടൺ, 7 meters. സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ റിസൾട്ടന്റ് is acting downwards. റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്ന ഡൗൺവേർഡ്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വാല്യൂ എത്ര? 20 കിലോ ന്യൂട്ടൺ. ആൻഡ് ഈ റിസൾട്ടന്റ് എത്ര ഡിസ്റ്റൻസിലാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, സപ്പോസ് ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് an angle അല്ല, സോറി, ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം എ. എ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന്, അതായത് ഈ പോയിന്റിൽ നിന്ന് അത് x ഡിസ്റ്റൻസ് മാറിയാണ് ആക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. assume R is acting at x distance from A. Okay, എന്നിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കത് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസിനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? ടേക്ക് മൊമെന്റ്. സിഗ്മ എം എ എടുത്താൽ മതി. സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് സിഗ്മ എം എ എന്ന് പറയുന്നത് ആർ ഇൻറ്റു എക്സ് എടുത്താൽ പോരെ. സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ് എടുത്തിട്ട് അതിന്റെ റിസൾട്ടന്റ് ആണ് സിഗ്മ എം എ. ആ സിഗ്മ എം എ എന്ന് പറഞ്ഞാല് ഈ റിസൾട്ടന്റ് ഇൻറ്റു ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുത്താലും സെയിം ആയിരിക്കത്തില്ലേ? അതായത് ഈ റിസൾട്ടന്റ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് will be equal to the moment due to each force component എന്നതല്ലേ? അല്ലേ? അപ്പൊ സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു എക്സ് എന്ന് എഴുതിയാലും സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഓരോ ഫോഴ്സ് എടുക്കുകയാണ്. നോക്കൂ, ഇവിടെ നോക്കൂ. സിഗ്മ എം എ, ഞാൻ ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ് എടുക്കുകയാണേ. നോക്കൂ, 20 into 4, 20 into 4, 20 into 6, 10 into 20 into 6 ആണോ? 20 into 6 ആണോ? അല്ല. Wait, I will explain it once more. നോക്കൂ, നിങ്ങൾക്ക് അത് മനസ്സിലായി കാണില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാമേ. നോക്കൂ, സിഗ്മ എം എ is equal to R into X. സിഗ്മ എം എ is equal to R into X എന്ന് പറഞ്ഞാൽ R എന്ന് പറഞ്ഞ റിസൾട്ടന്റ് ആണ്. നമ്മളിപ്പോ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച R. ആ R എത്ര ഡിസ്റ്റൻസിൽ നിന്നാണ് എയിൽ നിന്ന് ആക്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ മൊമെന്റ് അബൌട്ട് എ അല്ലേ? ഈ ഓരോ ഫോഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മൊമെന്റിന്റെ സമ്മ അല്ലേ? നമ്മൾ ആ സിഗ്മ എം എ കണ്ടുപിടിക്കാൻ നിൽക്കുമായിരുന്നു.
അതായത് നോക്കൂ, ഈ ഫോഴ്സ് ഞാൻ ആദ്യം തൊട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 10 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ മൊമെന്റ് സെന്ററിലൂടെയാണ്. അതായത് ഈ എ ആണ് പോയിന്റ് ഓഫ് റൊട്ടേഷൻ. അതായത് എക്ക് വിത്ത് റെസ്പെക്ട് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്തിട്ടാണ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം എയിലൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10 കിലോ ന്യൂട്ടൺ ഉണ്ട്. അപ്പം അതിന് മൊമെന്റ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ആ ഫോഴ്സ് എയിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്, മൊമെന്റ് സെന്ററിലൂടെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ മൊമെന്റ് ഇല്ല. 20 കിലോ ന്യൂട്ടൺ നോക്കിക്കേ, 4 മീറ്റർ മാറിയാണ് ആക്ട് ചെയ്തത്. അപ്പൊ നോക്കൂ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ദ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പൊ നെഗറ്റീവ് 20 × 4 കൊടുത്തൂടെ? അടുത്ത ഫോഴ്സ് നോക്കിക്കേ, 20. അടുത്ത ഫോഴ്സ് അതും ആന്റി ക്ലോക്ക് വൈസ് ആണ്. 20 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 അല്ല, 6 + 4 ആണ്. എ ആണ് മൊമെന്റ് സെന്റർ. അപ്പൊ 6 + 4 ആണ്, 10 ആണ്. അടുത്ത നോക്കിക്കേ, 10 കിലോ ന്യൂട്ടൺ പ്ലസ് 10 ആണ്, ക്ലോക്ക് വൈസ് ആണ്. 10 ഇൻറ്റു 7 + 6 + 4. 7 + 6 എന്ന് പറഞ്ഞാൽ 14 ആണ്. 14 + 4 എന്താണ്? 18 ആണ് അല്ലേ? 7 + 6 എത്രയാ? 13 ആണ്. 7 + 6 14 അല്ല, 7 + 6 13 ആണ്. 13 + 4 എന്താ? 17. ഓക്കെ, സം എത്ര വരും? 290 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഇത് പോസിറ്റീവ് ആവുന്നത്. പോസിറ്റീവ് വരുമ്പോൾ എന്താ വരുന്നത്? ക്ലോക്ക് വൈസ് ആണ്. പോസിറ്റീവ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നു? ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, നോക്കൂ, അപ്പം സിഗ്മ എം എ നമുക്ക് കിട്ടി 290 കിലോ ന്യൂട്ടൺ മീറ്റർ. കിലോ ന്യൂട്ടൺ മീറ്റർ അല്ലെ? ഈക്വൽ ടു ആർ നമുക്കറിയാം എത്രയാണ്? ആർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എത്ര? 20 കിലോ ന്യൂട്ടൺ അറിയാലോ, ഇൻറ്റു എക്സ്. ഇതിൽ നിന്ന് നമുക്ക് എക്സ് കിട്ടൂലേ? എക്സ് എത്ര വരും? എക്സ് നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് 14.5 മീറ്റേഴ്സ് എന്നാണ്. 14.5 മീറ്റേഴ്സ് എന്നാണ്. നോക്കൂ, ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസിന് എത്രയാണ്? 6 + 4 10, 10 + 7 17. അപ്പം എവിടെയാണ് റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞ ഇവിടെ താഴോട്ടൊരു ഫോഴ്സ് ഉണ്ട്, മേലോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും നമ്മുടെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? റിസൾട്ടന്റ് ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഇതൊന്ന് വരച്ച് കാണിച്ചോളേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഇതിനകത്ത്. റിസൾട്ടന്റ് അപ്പം ഇത് നിങ്ങൾ വരച്ചു കാണിക്കണം. റിസൾട്ടന്റ് എങ്ങനെയാണ്, എവിടെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിനൊക്കെ മാർക്കുണ്ട്. റിസൾട്ട് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് കാണിച്ചിട്ട് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ ആയിട്ട് റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു 20 കിലോ ന്യൂട്ടൺ മീറ്റർ എന്ന് കാണിക്കുക. ആൻഡ് എക്സ് ഈസ് ഈക്വൽ ടു 14.5 മീറ്റർ എന്ന് കാണിക്കുക. ഇത്രയും കാണിച്ചാൽ മതി, ഇങ്ങനെയൊന്നും കാണിക്കണമെന്നില്ല. ഓക്കെ, ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ എസൻസ്. ഓക്കെ, മനസ്സിലായല്ലോ? താങ്ക് യു.